നമസ്കാരം. പ്രധാന വാർത്തകൾ. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗണേഷ് കുമാർ MLA മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് ബാലകൃഷ്ണപിള്ള. KSRTCയിൽ വേഗപ്പൂട്ട് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. വാർത്തകൾ വിശദമായി. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. അഡ്വക്കേറ്റ് PV ശ്യാമളാദേവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആഗോള സ്ഥിതി തന്നെ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒബാമയ്ക്ക് പണം ചെലവഴിക്കാൻ പാർലമെന്റ് അനുവാദം കൊടുക്കുന്നില്ല എന്നൊരു ദുഃഖസത്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന സമയത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലോക മുതലാളിത്തം തന്നെ അപകടകരമായ സ്ഥിതിയിലേക്ക് 2010 കൂടി വന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും നമ്മളൊക്കെ തന്നെ 1930 ലോക സാമ്പത്തിക മാന്ദ്യം അതിനുശേഷം മുതലാളിത്തം നല്ല രീതിയിൽ വളർന്നു വരികയും മുതലാളിത്തത്തിന് ബദലില്ല എന്ന് അഹങ്കരിച്ചവരൊക്കെ തന്നെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവയെ തരണം ചെയ്യുന്നതിനാവശ്യമായ രീതിയിലേക്ക് വരുമ്പോഴും മുതലാളിത്തത്തിന് ബദലുണ്ട് എന്ന് പലയിടങ്ങളിലും വിളിച്ചു പറയുന്ന സ്ഥിതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. 1956 പൊതുമേഖലാ സ്ഥാപനമായി വന്ന LIC ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ സാമ്പത്തിക സ്ഥിതി തന്നെ നിയന്ത്രിക്കുന്നത് LIC ആണെന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇന്ത്യയുടെ GDPയുടെ നല്ലൊരു ശതമാനവും LICയുടെ വളർച്ചാ നിരക്കിന് ആനുപാതികമായി അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ തന്നെ എത്രമാത്രം നിങ്ങളുടെയൊക്കെ തന്നെ കോൺട്രിബ്യൂഷൻ ഇതിനുണ്ട് എന്നുള്ളത് സമ്മതിച്ചേ മതിയാവും. അത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകമായ LICയിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗത്തിനും ബ്രാഞ്ച് തലം മുതൽ സോണൽ തലം വരെ ഉള്ള അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് LIC ഏജന്റുമാർക്ക് വളരെ അധികം സംഭാവനകൾ ഈ രംഗത്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുകയും അതിനനുസൃതമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യം ബന്ധപ്പെട്ടവർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പ്രതിസന്ധി, അതായത് സാമ്പത്തിക രംഗത്തുണ്ടായ പ്രതിസന്ധി വലിയൊരളവോളം നിങ്ങളിലേക്ക് കൂടി എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ആ നിലക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോരുത്തർക്കും വേണ്ടത്, ഏതൊരു ജോലി ചെയ്യുന്നവരും വേണ്ടത് ആത്മവിശ്വാസവും അത് പ്രവർത്തിക്കാൻ ആവശ്യമായ മറ്റു സാഹചര്യങ്ങളുമാണ്. ആ സാഹചര്യങ്ങൾ ഒരുക്കി തരേണ്ടത് അധികാരികളാണ് എന്നതുകൊണ്ട് തന്നെ സമ്മേളനം ചർച്ച ചെയ്യേണ്ടത് പ്രധാനമായും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് അധികാരികളുടെ മുമ്പിൽ പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ആത്മവിശ്വാസത്തോടു കൂടി കൂടുതൽ കരുത്തോടു കൂടി മുമ്പോട്ട് പ്രയത്നിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ളതാവണം ഏതൊരു സമ്മേളനം എന്നതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി K. മാധവൻ നായർ സ്വാഗതവും LIC AOI ബ്രാഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് T. ഗിരീഷ് അധ്യക്ഷതയും വഹിച്ചു. തുടർന്ന് ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ച LIC ഏജന്റുമാരുടെ മക്കൾക്ക് ബ്രാഞ്ച് മാനേജർ K. ഗോവിന്ദ നായക് ഉപഹാര വിതരണം നിർവഹിച്ചു. പുഷ്പവല്ലി ശിവന്യ K. ആശ സവീന അടുത്തത് സെഞ്ചൂറിയൻ കോടി വിതരണം. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം PJ ജേക്കബ് പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം സബീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ വിദ്യാർത്ഥികളെയും അക്കാദമിക് സമൂഹത്തെയാകെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള വിദ്യാർത്ഥി വികാരവും പൊതുവികാരവും എല്ലാം തന്നെ ജനവികാരവും എല്ലാം തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. സ്വയംഭരണ കോളേജുകളെന്ന് പറയുന്ന സമയത്ത്, ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും വളരെ വ്യക്തതയില്ല. പല കാരണങ്ങളാണ് ഗവൺമെന്റ് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. 11ാമത് പഞ്ചവത്സര പദ്ധതിയുടെ പേരിൽ ഇതാ ഇന്ത്യയിലാകെ കോളേജുകളുടെ എണ്ണം കുറവാണ്, യൂണിവേഴ്സിറ്റിയുടെ എണ്ണം കുറവാണ്. അത് മറികടക്കുന്നതിന് വേണ്ടി മറ്റൊരു പൊമ്പടിയുമില്ല. MD യൂണിവേഴ്സിറ്റിയും ഓട്ടോണമസ് കോളേജുകളും ഇന്ത്യയിലാകെ അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെയും UGCയുടെയും എല്ലാം തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്ത്യയിലാകെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ UGCയും കേന്ദ്ര ഗവൺമെന്റ് എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് ജില്ലാ സെക്രട്ടറി ഷാലു മാത്യു സ്വാഗതവും PP സിദിൻ അധ്യക്ഷതയും വഹിച്ചു. AV ശിവപ്രസാദ്, ഷനിൽ, വിനോദ് എന്നിവർ സംസാരിച്ചു. KB ഗണേഷ് കുമാർ MLA മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് B ചെയർമാൻ R ബാലകൃഷ്ണപിള്ള. ഗണേഷ് തനിക്ക് രാജിക്കത്ത് നൽകിയിട്ടില്ലെന്നും വികാര സമ്മർദ്ദം കൊണ്ട് മാധ്യമങ്ങളോട് അപ്രകാരം പറഞ്ഞതാകാമെന്നും പിള്ള പറഞ്ഞു. കഴിഞ്ഞ 6 മാസമായി UDF ഗണേഷിനോട് നീതികേട് മാത്രമാണ് കാണിക്കുന്നതെന്ന് പിള്ള ആരോപിച്ചു. ഞങ്ങളുടെ പാർട്ടിക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനം കിട്ടിയേ തീരൂ. ഇക്കാര്യത്തിൽ UDFിലെ ഘടകകക്ഷികൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ മന്ത്രിക്കായി ആവശ്യപ്പെടേണ്ടത് ഞങ്ങളാണ്. അതിന് UDF ചേരണമെന്നും ചിലർ പറയുന്നതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. ഗണേഷ് എനിക്ക് രാജിക്കത്ത് നൽകിയിട്ടില്ല. അപ്പോഴത്തെ വികാര സമ്മർദ്ദത്തിൽ മാധ്യമങ്ങളോട് അങ്ങനെ പറഞ്ഞതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ഡാറ്റാ സെന്റർ കേസും സോളാർ കേസും കൈകാര്യം ചെയ്യുന്നതിൽ ആഭ്യന്തര വകുപ്പിന് തെറ്റുപറ്റിയിട്ടുണ്ട്. ഡാറ്റാ സെന്റർ ഇടപാടിലെ ഇടനിലക്കാരന് ആഭ്യന്തരമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഗൗരവമായി കാണണം. സോളാർ കേസിൽ മുഖ്യമന്ത്രി പണം പറ്റിയെന്ന് ആരും പറയില്ല. എന്നാൽ ആർക്കും കയറി നിറങ്ങാവുന്ന സ്ഥലമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റിയതിൽ ഉമ്മൻചാണ്ടിക്ക് തെറ്റുപറ്റി. അത്തരക്കാരെ സെക്രട്ടേറിയറ്റിലേക്ക് കയറ്റിവിട്ടത് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ പാളിച്ചയാണെന്നും പിള്ള കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉടനെ തുടങ്ങുമെന്നും ഗണേഷ് കുമാറിനെ പാർട്ടിയുടെ വൈസ് ചെയർമാനായി തിരഞ്ഞെടുത്തുവെന്നും പിള്ള പറഞ്ഞു. കേരള കോൺഗ്രസുകൾ ഒന്നാകണമെന്നു തന്നെയാണ് തന്റെ അഭിപ്രായമെന്നും പിള്ള കൂട്ടിച്ചേർത്തു. സോളാർ വിവാദത്തിൽ നടത്തുന്ന ജുഡീഷ്യൽ അന്വേഷണത്തിൽ 2006 മുതൽ ഇതുവരെയുള്ള എല്ലാ ആക്ഷേപങ്ങളും പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള പരിഗണനാ വിഷയങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളും പരിശോധിക്കും. സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായോ എന്നും സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ആരെന്നും അന്വേഷിക്കണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. 6 കാര്യങ്ങളാണ് ജുഡീഷ്യൽ അന്വേഷണത്തിനായി പരിഗണിക്കുന്നത്. നിയമവിരുദ്ധമായി കമ്പനികൾക്ക് ഓർഡർ നൽകിയോ എന്നും സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചുപിടിക്കാനുള്ള നടപടിക്രമങ്ങളും പരിശോധിക്കും. അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും ഉൾപ്പെടുത്തണമെങ്കിൽ ആർക്കു വേണമെങ്കിലും ആവശ്യപ്പെടാം. ആരോപണം ഉന്നയിക്കുന്നവർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അന്വേഷണ പരിധിയിൽ വരുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി നൽകിയില്ല. തനിക്കും ഓഫീസിനുമെതിരെയാണ് കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണ വിഷയത്തിൽ ഉൾപ്പെടില്ലേ എന്ന മറുചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. സോളാറുമായി ബന്ധപ്പെട്ട് നാളിതുവരെ നടന്ന അന്വേഷണങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ജുഡീഷ്യൽ അന്വേഷണം നടത്താനായി സിറ്റിംഗ് ജഡ്ജിയെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിന് ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയുടെ മറുപടി ലഭിക്കുമെന്നാണ് കരുതുന്നത്. കബളിപ്പിക്കൽ തടയാൻ നിയമനിർമ്മാണത്തിനുള്ള സാധ്യതയും പരിഗണിക്കും. അന്വേഷണത്തെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്തില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. 6 വർഷത്തിനിടെ ട്രഷറി മൈനസിലെത്തി. സാമ്പത്തിക സെക്രട്ടറി മന്ത്രിസഭയെ അറിയിച്ചതാണ് ഇക്കാര്യം. പ്രതിസന്ധി മറികടക്കുന്നതിന് സർക്കാർ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. വരുമാനം കൂട്ടുന്നതിന് ചീഫ് സെക്രട്ടറി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുകയാണ്. പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കണം എന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രധാന നിർദ്ദേശം. വ്യവസ്ഥകളില്ലാത്ത നിയമനം നിരോധിച്ചേക്കും. ഒഴിവുള്ള തസ്തികകളിൽ പുനർവിന്യാസം നടത്തും. 2 കോടിയിലധികമുള്ള ബില്ലുകൾ പാസാക്കില്ല. ബില്ലുകൾ പാസാക്കുന്നതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും. ട്രഷറിയിൽ സൂക്ഷിക്കേണ്ട തുകയേക്കാൾ 10 കോടിയുടെ കുറവാണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയത്. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് നിരോധിക്കണം. ജനപ്രതിനിധികൾ നടത്തുന്ന ഔദ്യോഗിക വിദേശയാത്രകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്യുന്നു. ഗുണകരമായ കരാറുകൾ ഉണ്ടാകുമെങ്കിൽ മാത്രം വിദേശയാത്ര നടത്താവൂ. വിദേശമേളകൾക്ക് പ്രതിനിധികൾ ഉണ്ടാവില്ല എന്ന നിർദ്ദേശവും ചീഫ് സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാട് ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്,
ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം. തിരുവോണാഘോഷം അവിസ്മരണീയമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. KSRTCയിൽ വേഗപ്പൂട്ട് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഇത് ഘടിപ്പിച്ച ബസ്സുകളുടെ വിവരങ്ങൾ നിശ്ചിത ഫോമിൽ നൽകാനും RTO ആവശ്യപ്പെട്ടു. പല ബസ്സുകളിലും വേഗപ്പൂട്ട് ഉണ്ടെങ്കിലും ഏറെയും പ്രവർത്തിക്കുന്നില്ലെന്നും ഇതിനുള്ള നടപടികൾ എടുത്തുവരുന്നുണ്ടെന്നും KSRTC അധികൃതർ പറഞ്ഞു. വേഗപ്പൂട്ട് ഘടിപ്പിക്കാനുള്ള നിർദ്ദേശം ജില്ലയിൽ ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളിലും നടപ്പിലായി. 540 സ്വകാര്യ ബസ്സുകളാണ് ജില്ലയിലുള്ളത്. ഇതിൽ വാഹന നികുതി അടയ്ക്കാതെയും അപകടത്തിൽപ്പെട്ടതുമായി ഓടാതെ 60 ബസ്സുകളുണ്ട്. അവശേഷിച്ച 480 ബസ്സുകളിൽ 436 ബസ്സുകളിൽ വേഗപ്പൂട്ട് സീൽ ചെയ്തു. വേഗപ്പൂട്ടില്ലാത്ത 24 ബസ്സുകളുടെ ഓട്ടം നിരോധിച്ച് നോട്ടീസ് നൽകി. കഴിഞ്ഞ ദിവസം 48 ബസ്സുകളിലാണ് വേഗപ്പൂട്ട് സീൽ ചെയ്തത്. വേഗപ്പൂട്ട് സീൽ ചെയ്യാത്ത ബസ്സുകൾ നിരത്തിലിറങ്ങിയാൽ പിടികൂടുമെന്ന് അധികൃതർ അറിയിച്ചു. പരിശോധനയ്ക്ക് RTO PT എൽദോ, ജോയിന്റ് RTO ബാലകൃഷ്ണൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ TA തങ്കച്ചൻ, സോയി വർഗീസ്, രാജേഷ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ CA ബേബി, ജയരാജ്, ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹോസ്ദുർഗ് ഉപജില്ലയിലെ സയൻസ് ക്ലബ് സ്പോൺസർമാരുടെ ഏകദിന കൂട്ടായ്മ കാഞ്ഞങ്ങാട് സയൻസ് പാർക്കിൽ വെച്ച് നടന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 50ഓളം സയൻസ് അധ്യാപകർ ഏകദിന കൂട്ടായ്മയിൽ പങ്കെടുത്തു. സയൻസ് ക്ലബ് പ്രവർത്തനങ്ങളെക്കുറിച്ച് M ശശി മാസ്റ്റർ, കൂൺ കൃഷി, ബഡ്ഡിംഗ് തുടങ്ങിയവയെക്കുറിച്ച് കർഷക ശാസ്ത്രജ്ഞൻ PV ദിവാകരൻ എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു. M രമേശൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. പടന്നക്കാട് മേൽപ്പാലത്തിലെ ടോൾ പിരിവിനുള്ള പുതിയ കരാർ പൊതുമരാമത്ത് കരാറുകാരൻ LV ടെമ്പിളിന് സമീപത്തെ ശ്രീകണ്ഠൻ നായർക്ക്. മേൽപ്പാല നിർമ്മാണത്തിൽ മുഖ്യ കരാറുകാരനായിരുന്നു മൊയ്തീൻകുട്ടി ഹാജിക്കൊപ്പം ശ്രീകണ്ഠൻ നായരും പങ്കാളിയായിരുന്നു. കരാർ സംബന്ധിച്ച വിജ്ഞാപനം വന്ന ശേഷമേ ടോൾ പിരിവ് തുടങ്ങൂ. ടെൻഡർ ചെയ്ത തുകയ്ക്ക് തുല്യമായി ഒരു മാസത്തെ വരുമാനമായ 65 ലക്ഷം രൂപ മുൻകൂറായി ശ്രീകണ്ഠൻ നായർ അടയ്ക്കേണ്ടി വരും. ശ്രീകണ്ഠൻ നായർക്കു പുറമെ കാസർഗോഡ് ജില്ലക്കാരായ ജോയ് ജോസഫ്, രാജേഷ് വർക്കി എന്നിവരും ലേലത്തിൽ പങ്കെടുത്തിരുന്നു. മുംബൈ ആസ്ഥാനമായ മധുർ കൺസ്ട്രക്ഷൻസും ടെൻഡർ സമർപ്പിച്ചിരുന്നു. മേൽപ്പാല നിർമ്മാണ ഉദ്ഘാടനത്തിനു പിന്നാലെ ടോൾ പിരിവിൽ നടന്ന വൻ അഴിമതി പുറത്തായതു മുതൽ എന്നും വിവാദത്തിലായിരുന്നു പടന്നക്കാട് മേൽപ്പാലം. ഏറ്റവും ഒടുവിൽ ദേശീയപാതാ വിഭാഗം മുംബൈ ആസ്ഥാനമായ കൊണാർക്ക് കമ്പനിക്ക് ടോൾ പിരിവിനുള്ള അനുമതി നൽകിയതും ആക്ഷേപങ്ങൾക്കിടയാക്കിയിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ടോൾ പിരിവ് തുടങ്ങിയ ദിവസം തന്നെ അവസാനിപ്പിക്കേണ്ടിയും വന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പസ് കേരളയുടെ 80ാമത് ശാസ്ത്രീയ സെമിനാറും ശില്പശാലയും പയസ്സിനി 2013 ഒക്ടോബർ 13 കാഞ്ഞങ്ങാട് സൂര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കാസർഗോഡ് MP കരുണാകരൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗണേഷ് കുമാർ MLA മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് ബാലകൃഷ്ണപിള്ള. KSRTCയിൽ വേഗപ്പൂട്ട് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.